ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു. കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിൽ ഇടച്ചിറക്കി എന്നാണ് സൂചന. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് രാംകുമാർ വിവരങ്ങളുമായി. രാംകുമാർ, ഇത് സ്റ്റേറ്റ് ടെലിവിഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തുവിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അവിടെ മോശം കാലാവസ്ഥ എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. അനുജ, ഇബ്രാഹിം റൈസി ഇന്ന് അസർബൈജാൻ, അയൽരാജ്യമായ അസർബൈജാനിലാണ് ഉണ്ടായിരുന്നത്. അസർബൈജാനും ഇറാനും ചേർന്ന് സംയുക്തമായി നിർമ്മിച്ച ഒരു ഡാമിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം റൈസി അസർബൈജാനിലായിരുന്നു. അതിനുശേഷം ഇറാന്റെ തന്നെ ഭാഗമായ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഈ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത്. ഇത് ഇടിച്ചിറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ഇപ്പോൾ അവിടുത്തെ ഔദ്യോഗിക വാർത്താ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ പ്രദേശത്ത് ജോൽഫ എന്ന് പറയുന്ന നഗരത്തിലാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഇത് ടെഹ്റാനിൽ നിന്ന് ഏകദേശം 600 കിലോമീറ്റർ അകലെയാണ്. അവിടെ പ്രതികൂലമായ ഒരു കാലാവസ്ഥ ഇപ്പോൾ ഉണ്ട്. മൂടൽമഞ്ഞ് കാരണം ഈ രക്ഷാദൗത്യം പ്രതികൂലമാവുന്ന ഒരു പ്രതിസന്ധിയിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അങ്ങോട്ടേക്ക് രക്ഷാസംഘം അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് സ്റ്റേറ്റ് TV ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ഈ ഹെലികോപ്റ്ററിൽ ഇബ്രാഹിം റൈസിക്കൊപ്പം തന്നെ ഇറാന്റെ വിദേശകാര്യ മന്ത്രി കൂടി ഉണ്ടായിരുന്നു. അതുപോലെ ചില ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു എന്നൊരു സൂചന കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അനുജ, ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു. കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിൽ ഇടിച്ചിറക്കി എന്നതാണ് സൂചന. നിലവിൽ കൂടുതൽ വിവരങ്ങളൊന്നും സ്റ്റേറ്റ് ടെലിവിഷൻ പുറത്തുവിട്ടിട്ടില്ല. അതിന്റെ വിവരങ്ങൾ വരുമ്പോൾ നമ്മൾ ആ നിമിഷം പ്രേക്ഷകരെ അറിയിക്കും.